ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ തമിഴിലിറങ്ങിയ ഡ്രാഗൺ എന്ന് പറയുന്ന പടം ഞാൻ കണ്ടു. അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ച ആൾക്കാരുടെ പേരെന്നൊക്കെ പറയുന്നത്, നായകനായിട്ട് അഭിനയിച്ചത് പ്രദീപ് രംഗനാഥൻ, പിന്നെ നായികമാർ രണ്ടുപേരുണ്ട്, അനുപമ പരമേശ്വരനുണ്ട്, പിന്നെ കയാടു ലോഹർ എന്ന് പറയുന്ന ഒരാളുണ്ട്, പിന്നെ KS രവികുമാർ, ഗൗതം വാസുദേവ മേനോന്, മിസ്കിന്, അങ്ങനെ കുറേ പേരുള്ളൊരു പടമാണിത്. ഈ ഒരു പടത്തിൽ അഭിനയിച്ചവരെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചവർ എനിക്ക് തോന്നുന്നു കൂടുതലും ഡയറക്ടേഴ്സാണ്. കാരണം ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ച ഡയറക്ടറാ, മിസ്കിൻ ഡയറക്ടറാ, ഗൗതം മേനോൻ ഡയറക്ടറാ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി പടം. കൊടുത്ത കാശിന് ഒട്ടും നഷ്ടമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റ് പടം. നമുക്ക് അതിനിടയ്ക്ക് ലാഗ് അടിക്കുക അങ്ങനെയൊന്നുമില്ല. അതായത് തുടക്കം മുതൽ അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പടമാണ് ഈ ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പം സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ നായകൻ +2 ഒക്കെ കഴിഞ്ഞു. +2 കഴിയുമ്പോൾ നല്ല അടിപൊളി മാർക്ക് 96% അങ്ങാണ്ട് വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് കോളേജിലോട്ട് ചെല്ലുന്നു. അവിടെ ഒരു റൗഡി പയ്യനാവണമെന്നുള്ളൊരു ഇതിലാണ് പോയത്. ആ ഒരു കോളേജിൽ ചെന്ന് നല്ല അടിപൊളി തല്ലിപ്പൊളി സ്റ്റുഡൻ്റായി മാറുന്നു. അങ്ങനെ മാറുമ്പം ഏതായാലും സപ്ലൈ ഒക്കെ വരുമല്ലോ. അങ്ങനെ ഒരു 48 സപ്ലൈ ഉണ്ടാക്കി എടുക്കുന്നു. അങ്ങനെ ആ ഒരു 48 സപ്ലൈ ആയിട്ട് പുള്ളി കോളേജിൽ നിന്ന് പോകുന്നു. കോളേജ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണേലും അതേ രീതി തുടങ്ങി പിന്നെയും തല്ലിപ്പൊളിയായി ചുമ്മാ കള്ളും കുടിച്ച് സേർട്ടും വലിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളിയെ കാണിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾ ലൈഫിൽ വിജയിക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു ഇതാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട്. മൊത്തം പറയുവാണെങ്കിൽ പിന്നെ നിങ്ങൾ പടം കണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു പടത്തിൽ എല്ലാം ഉണ്ട്. അതായത് ലവ് ഫെയിലിയർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ബ്രേക്കപ്പ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, എല്ലാ സാധനവും ഈ ഒരു പടത്തിലുണ്ട്. പിന്നെ കോളേജിലൊക്കെ പോകുമ്പം സപ്ലി വാരി കൂട്ടുന്നത് വലിയ ഹീറോയിസ് ആണെന്നൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അവസാനം നല്ല അടിപൊളി ഒരു മെസ്സേജും, ഒരു മെസ്സേജല്ല, ഏകദേശം 2-3 നല്ല അടിപൊളി മെസ്സേജിലാണ് അവർ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട അഭിനയം എന്ന് പറഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ്റെ തന്നെയാണ്. നല്ല അടിപൊളി സാധനം. പുള്ളിയുടെ കുറേ ഇമോഷണൽ സീൻസും കോമഡിയൊക്കെ ഉണ്ട്. കോമഡിയൊക്കെ നല്ല അടിപൊളി സാധനം. നമ്മളെല്ലാം ചിരിക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഇമോഷണലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെൻഡ് ആക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇതിനകത്ത് പുള്ളിയുടെ ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളുണ്ട്. ആ പുള്ളിയാണെങ്കിലും നല്ല അടിപൊളിയാണ്. ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഈ അച്ഛനും മകനും തമ്മിലുള്ള കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ നമ്മളെ നല്ലപോലെ ഇമോഷണലി കണക്റ്റഡ് ആക്കുന്ന രീതിയിലൊക്കെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മിസ്കിന്, ഗൗതം മേനോന്, അവരൊക്കെ ആണെങ്കിലും അവർക്ക് കൊടുത്ത റോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ പാട്ടൊക്കെ ആണെങ്കിലും നല്ല സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ നായികമാരായ കയാടു ലോഹറും അനുപമ പരമേശ്വരനും രണ്ടുപേരും അവരുടെ റോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അനുപമയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച ഒരു പടം കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായി. ഇതിനകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കാനുള്ള സ്പേസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയാടു ലോഹർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കയാടു ലോഹറും ആ നായകനും തമ്മിലൊക്കെയുള്ള കെമിസ്ട്രി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ നായകനും കയാടു ലോഹറും ഒക്കെ കൂടെ ഒരു ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്. ആ ഒരു ഡേറ്റിങ്ങിൽ വെച്ച് നായകൻ്റെ കുറച്ച് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഗേൾസ് എല്ലാം ഇങ്ങനെ നോക്കുമായിരിക്കുമല്ലേ. അപ്പം ഇനിയും ഇതൊക്കെ വെച്ച് വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ. അനുപമ പരമേശ്വരൻ ഉണ്ടെങ്കിലും ഈ കയാടു എന്ന് പറയുന്ന ആൾ ഇറങ്ങി കഴിയുമ്പം നമ്മുടെ ഫോക്കസ് മൊത്തം അങ്ങോട്ടേ പോകത്തുള്ളൂ. കാരണം അവരെ ആ ഒരു സ്ക്രീനിൽ കണ്ടിരിക്കാനാണെങ്കിലും നല്ല രസമാണ്. നായകന്മാരെ രണ്ടുപേരെയും കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും നല്ല അടിപൊളി സാധനമാണ് സെക്കൻഡ് ഹാഫ്. ഈ സെക്കൻഡ് ഹാഫിലൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു കോമഡി സീനൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ചിരിക്കും. പിന്നെ അനുപമ പരമേശ്വരനും നമ്മുടെ നായകനും തമ്മിലൊരു ബ്രേക്കപ്പ് സീനുണ്ട്. നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയാലല്ല കുറേ പടം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബ്രേക്കപ്പ് സീനാണ്. നമ്മളെ നല്ല രീതിയിൽ തന്നെ ഇമോഷണലി ഒക്കെ കണക്റ്റ് ആക്കുന്ന രീതിയിലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു ബ്രേക്കപ്പ് സീൻ അവർ എടുത്തു വെച്ചേക്കുന്നത്. നമുക്കൊക്കെ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തെ ഫൈറ്റ് വലിയ ഫൈറ്റൊന്നും അല്ലെങ്കിലും അതിനകത്തുള്ള ഫൈറ്റ് വലിയ കുഴപ്പമില്ലാതെ തന്നെ അവർ എടുത്തിട്ടുണ്ട്. പടത്തിൻ്റെ ഇൻ്റർവെൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ പടത്തിലെ ക്ലൈമാക്സും നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ സാധനം ഇട്ട് തരും. കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടിരുന്ന് കാണത്തക്ക രീതിയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം അവർ ഇട്ട് തരും. ഈ ഒരു പടം കണ്ടുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല കുറച്ച് മെസ്സേജ് കിട്ടും. പിന്നെ ഒരു 2-2.5 മണിക്കൂർ എല്ലാം മറന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു പടമാണ് ഈ ഡ്രാഗൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡയറക്ടറിൻ്റെ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ പടം എന്ന് പറയുന്നത് ഓ മൈ കടവുളയാണ്. പിന്നെ ഈ നായകൻ്റെ കഴിഞ്ഞ പടം എന്ന് പറഞ്ഞത് ലവ് ടുഡേ. ഈ 2 പടവും ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ഈ ഒരു പടം ഇഷ്ടപ്പെടും. അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. കോളേജ് ക്യാമ്പസ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണിത്. ഇതിനകത്തെ നായകനെ സമ്മതിച്ചേ പറ്റൂ. കാരണം പുള്ളി ഒരു പ്രൊഡ്യൂസറാണ്.
പിന്നെ പുള്ളി പടമെടുക്കും, പടത്തിൽ അഭിനയിക്കും. എന്നാലും ആ ബ്രേക്കപ്പ് സീൻ നല്ല അടിപൊളിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സെക്കൻഡ് ഹാഫിലൊരു കോമഡി സീൻ ഉണ്ട്, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് സോങ് ഡ്രാഗൺ എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്, അതും നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലാണെങ്കിൽ മൊത്തം അടിപൊളി സാധനമാണ്. പിന്നെ ഇതിനകത്ത് കോളേജ് വെച്ചൊക്കെ ഉള്ള കുറച്ച് സീനുണ്ട്, പക്ഷേ അതൊക്കെ ഞാനിവിടെ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെ ഈ പടം കണ്ടിട്ട് വലിയ എൻജോയ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. കാരണം കുറേ കൂടെ നീണ്ടുപോയാൽ ചിലപ്പോൾ ഞാൻ കഥ മൊത്തം ഇവിടെ പറഞ്ഞെന്ന് വരും. അപ്പോൾ നിങ്ങളാരും ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ കഴിവതും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.